അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞാനും എൻ്റെ ഫാമിലിയോട് സുഖമായിട്ടിരിക്കുന്നുണ്ടാ. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ വരെ എത്തി. എന്തൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് ചെയ്യണട്ടാ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. സപ്പോർട്ട് ഷെയർ കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആദ്യം തന്നെ പറയണേ, നമ്മുടെ വീഡിയോസ് എടുക്കുന്നതിൽ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. എൻ്റെ എന്താ പറയുക, അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ രീതിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ കലാപരിപാടികളും കഴിഞ്ഞതിന് ശേഷമുള്ള വീടിനപ്പുറത്തുള്ള ചെറിയൊരു ക്ലീനിങ് കിട്ടുക. എന്നാൽ പിന്നെ അത് ഇങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചോറുണ്ടാക്കൽ കറി ഉണ്ടാക്കൽ ഇങ്ങനെ ഓരോന്ന് കഴിഞ്ഞതനുസരിച്ച് ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ കണ്ടില്ല വീഡിയോയിൽ ഈ ഒരു ടേബിളുമൊക്കെ ഞാൻ മൊത്തത്തിൽ ഇങ്ങോട്ട് മാറ്റി വെക്കലുണ്ട്. ആദ്യം ചോറാണ് ഉണ്ടാക്കി കഴിയണമെങ്കിൽ അത് അങ്ങോട്ട് എടുത്ത് വെക്കും, കറിയാണ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങോട്ട് എടുത്ത് വെക്കും. അങ്ങനെ കംപ്ലീറ്റ് ഓരോന്ന് ഉണ്ടാക്കുന്നതനുസരിച്ച് ഞാൻ അങ്ങോട്ട് എങ്ങനെ എടുത്ത് വെക്കലുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി പിന്നെ അടുത്ത ഫുഡ് ഉണ്ടാക്കുമ്പോൾ തട്ടണ്ട ഇതാക്കണ്ട വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്ത് വെക്കലുണ്ട്. എന്നതിൻ്റെ ശേഷം എന്ത് ചെയ്യുമോ, ബാക്കി ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിലുള്ള ബാക്കിയുള്ള സകലമായ സാധനങ്ങളും താഴോട്ട് ഇറക്കി വെച്ചുകൊണ്ട് ഒരു ചെറിയ പാത്രത്തിൽ വട്ടപാത്രത്തിൽ ചെറുതായിട്ടൊരു ലിക്വിഡ് ഒഴിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നല്ലോണം ആദ്യം തന്നെ വാൾട്ടയിലാണ്ട് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവട്ടെ, എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള ലിക്വിഡ് ഒഴിക്കുമ്പോൾ അപ്പോൾ നല്ലോണം തുടച്ചെടുക്കും. അപ്പോൾ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ 2 തുണി കഷ്ണങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ആദ്യം നല്ല നനവുള്ള തുണിയോട് തുടച്ചെടുത്തിട്ട് പിന്നെ ആ ഒരു വെള്ളം പോകാൻ പറ്റിയ ഒരു തുണിയോട് തുടച്ചെടുക്കും. പിന്നെ ഒരു ഉണങ്ങിയ തുണിയോട് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം വാൾട്ടയിൽ തുടച്ചതിന് ശേഷം നേരെ കൗണ്ടർ ടോപ്പും അതേപോലെ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തിട്ട് അതേ സെയിം രീതി തന്നെ തുടച്ചെടുത്തത്. എന്നിട്ട് ഗ്യാസ് സ്റ്റവ് ആണ് തുടക്കുന്നത്. അതും അതേപോലെ അത്യാവശ്യം നല്ല കച്ചറ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ നോമ്പും കാര്യങ്ങളായതുകൊണ്ട് പണിത്തിരി നമുക്ക് കൂടുതലല്ലേ. അപ്പോൾ ദോശ ഉണ്ടാക്കിയതിൻ്റെ അതൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ എണ്ണമെഴുക്കൊക്കെ നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം അതേപോലെ ആദ്യം നനഞ്ഞ തുണിയോട് തുടച്ചെടുത്തിട്ട് പിന്നെ ഒരു ഉണങ്ങിയ തുണിയോട് തുടച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഡ്രൈ ആയ തുണിയോട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ. പിന്നെ ഗ്യാസ് സ്റ്റവ് ഞാൻ എന്ത് ചെയ്യും, ഒരു ഇത്തിരി വെളിച്ചെണ്ണ. ഇപ്പോൾ അത് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ നല്ല ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റവ് നല്ലതാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ വെച്ചാൽ നല്ലോണം ഒന്ന് തുടച്ചാണ് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഗ്യാസ് നല്ല ഗ്ലൈസിങ് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, താഴോട്ട് ഇറക്കി വെച്ച സകലമായ സാധനങ്ങളും കയറ്റി മുകളിലോട്ട് തന്നെ വെക്കാം. അപ്പോൾ ഓരോന്ന് തിരിച്ച് വെക്കുമ്പോൾ ജസ്റ്റ് ആ ഓയിലിൻ്റെ ബോട്ടിലും ആ വെക്കുന്ന സ്റ്റാൻഡൊക്കെ ജസ്റ്റ് ആ തുണി കൊണ്ട് തന്നെ ഒന്നങ്ങോട്ട് തുടച്ചിങ്ങാണ്ട് അണ്ട് മുകളിലോട്ട് വെക്കട്ടെ. ഏതായാലും കയ്യിലെടുത്തില്ലേ, എന്നാൽ പിന്നെ അതൊക്കെ കണ്ട് തുടച്ച് വെച്ചാൽ ബോട്ടിൽസ് ഒക്കെ അതിൻ്റെ മുകളിൽ നിന്ന് എന്തൊക്കെയോ താഴത്ത് കിറക്കിച്ച് അതൊക്കെ തിരിച്ച് വെക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതും ഒന്നുണ്ട് ഫ്രഷായി കിട്ടിയില്ലേ. അപ്പോൾ അതും അതേപോലെ സെയിം ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ നീക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ മിക്സിങ് കെറ്റലിട്ട അതും അതേപോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഒന്ന് കൗണ്ടർ ടോപ്പ് തുടയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്നത് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും കാണാത്ത പൊടികൾ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്, വെറുതെ. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല പൊടികൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്നിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ വെക്കലിട്ട. അതേപോലെ കെറ്റലും ചെയ്യും. ഇതിൻ്റെ ശേഷം എന്ത് ചെയ്യുമോ, നമ്മൾ ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് ഇതേപോലെ നമ്മുടെ വീടിനപ്പുറത്തേക്ക് തന്നെ അങ്ങോട്ട് കയറ്റി വെക്കട്ടോ. ഓരോന്നായിട്ട് കയറ്റി വെക്കുക. അപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തിയാണ്. കാരണം ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് തുറച്ച് വെക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു വൃത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇത് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു രാവിലെ തൊട്ട് ഒരു 12 മണി 11:30 ഉള്ളിലായിട്ട് ഇതിൻ്റെ അടിക്കൽ തുടക്കൽ തിരുമ്പൽ പാത്രം കഴുകൽ ഇങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ ജോലികളും തീർത്തിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ട്. അപ്പോൾ അത് നോമ്പാണെങ്കിലും അതിൻ്റെ മുന്നേ അങ്ങനെ തന്നെ ഉണ്ട് ചെയ്യൽ. നോമ്പല്ലാത്ത സമയങ്ങളിലും ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ട് ചെയ്യൽ. കാരണം എന്താ വെച്ചാൽ എന്നാൽ പിന്നെ ബാക്കിയുള്ള പണികളുണ്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണുകൊണ്ട് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മേലേക്ക് പോയാൽ നമ്മുടെ പരിപാടി ഉണ്ട് കഴിഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാ തിരിച്ച് അതേപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി അത്രയും ആ ടേബിളിൽ കയറ്റി വെച്ചാൽ അതേ സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഇങ്ങോട്ട് വീടിന് പുറത്തേക്ക് തന്നെ വെക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ആകെ ജഗപൊകായിട്ട് കിടക്കില്ല. കാരണം കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ആ ഒരു ഇത് തോന്നില്ല. മറ്റേത് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഇങ്ങനെ വീതനങ്ങൾ ഇങ്ങനെ നീക്കി ഇങ്ങനെ വെക്കുമ്പോൾ ആകെ ഒരു അലങ്കോലമായിട്ട് കിടക്കുന്നതായി തോന്നും. ഇതിപ്പോൾ ആ ഒരു സംഭവമില്ല. മൊത്തത്തിൽ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് എടുത്ത് വെച്ച് ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയതിന് ശേഷം ഓരോന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ല നല്ല അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവ് ഒക്കെ നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യല്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം.